അല്ലേ? വെളിയിൽ പോയി, അതാ പറഞ്ഞേ. എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി, അത്രേ ഉള്ളൂ. എന്ത് നേടാനെന്നാ? ഒന്നും നേടിയിട്ടില്ല. ഒന്നുമല്ല, നേടുമല്ലോ, പക്ഷെ നേടി. അതാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട, പാർട്ടിയിൽ നിന്ന് നേടി. സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ഒരു 1.5-2 വർഷം മുമ്പ് ഞങ്ങളൊന്നും പറയത്തില്ല. സാറേന്നല്ലേ വിളിച്ചിരുന്നത്, സാറേന്നാ വിളിപ്പിച്ചിരുന്നത്. വിളിപ്പിച്ചിരുന്നത് സാറേന്നാ. അതൊക്കെയായിരുന്നു. ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നതാണ് ജനങ്ങൾ പാർട്ടി അംഗീകരിക്കും. ജനങ്ങൾ അംഗീകരിച്ചു. അതെ, അപ്പൊ അംഗീകരിച്ചു. അപ്പൊ ജനങ്ങൾ പാർട്ടി എല്ലാവർക്കും അംഗീകരിച്ചോന്നല്ലേ പറഞ്ഞു. അതെ 22,000 കുഞ്ഞാലിക്കുട്ടി 1,80,000 അങ്ങനെ ഭൂരിപക്ഷത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 വോട്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നേരിട്ടാ വന്നത്. അതാണ് പ്രശ്നം. അവിടുത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ തോറ്റുപോയെന്ന്. എല്ലാ തവണയും ജയിച്ചല്ലേ MLA മന്ത്രി ആയത്. അതല്ല, എല്ലാ തവണയും ജയിച്ചു വന്നാണ് MLA മന്ത്രിയായത്. അതാണ് കറക്റ്റ്. ഒരു പ്രാവശ്യം പോലും തോറ്റില്ലെങ്കിൽ പ്രസ്ഥാനം തീരുമാനിച്ചു. പിന്നെ ഞങ്ങളൊക്കെ വന്നത് ഇപ്പൊ തോറ്റാണ് പ്രസ്ഥാനം തീരുമാനിച്ചായിരുന്നു. അത്രേ ഉള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയം പറയും. പറയേണ്ട രാഷ്ട്രീയം പറയുന്നത്. പറയേണ്ടത് രാഷ്ട്രീയം പറയുന്നത്. ചുമ്മാ വന്നിരുന്ന് സ്കൂളിൽ തന്നെ വന്നിരുന്ന് അല്ലേ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത്. നാളെ വേണ്ട ആർക്കാണെന്ന് നോക്കട്ടെ. നാളെ MLA-ക്കാ വേണ്ടത്. ഞാനും ജനപ്രതിനിധിയാണെന്ന്. MLA ഞാനൊരു ജനപ്രതിനിധിയാണ്. ഞങ്ങളും ജനപ്രതിനിധിയാണ് വന്നിരിക്കുന്നത്. എന്താ വോട്ടിന്റെ ഭൂരിപക്ഷം കൂടിയാൽ അത് വലിയ രാജാവായി പോകും. വോട്ടിന്റെ ഭൂരിപക്ഷം കൂടിയാൽ രാജാവായി പോകുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി 1,80,000 1,80,000 അല്ല 1,80,000 വോട്ടിനാണ് കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. രാജാവാണ്. അതായത് പുള്ളി മുഖ്യമന്ത്രിയായ. ഈ സ്കൂളിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ പുറത്തു നിന്നുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് മണ്ണൊന്നും പുറത്ത് മണ്ണ് പോയിട്ടില്ല. അങ്ങനെ മണ്ണെടുത്തുകൊണ്ട് പോകാണെങ്കിൽ വലിയ കുഴികളുണ്ടാവും. അതിനുള്ള സാധ്യത ഇവിടെ ഇല്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കാര്യം, അവിടെ ഫൗണ്ടേഷൻ ഒന്നും ഇല്ല. ടൈല് മാത്രം നിരത്തിയിരുന്ന സ്ഥലമാണ്. ആ ടൈൽ ഇളക്കിയെടുത്തതാണ് അത് കാണുന്നത്. അല്ലാതെ ഒരു വണ്ടി മണ്ണ് പോലും ഇവിടുന്ന് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആരോപണം ഉന്നയിക്കാനല്ല. അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് കാണണം. പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് പൊളിച്ചതെന്നാണ് കിട്ടിയത്. പഞ്ചായത്തിന് പൊളിക്കാൻ അധികാരമില്ല.